റിമാൻഡിൽ കഴിയവേ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തന്ത്രി കണ്ഠര് രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തന്ത്രി നിലവിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. തന്ത്രിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ വിനു പറഞ്ഞു. കേൾക്കാം. 200 അടുത്ത ബി പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ കിടന്ന് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ECG എടുത്താലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. എന്നാലും കാലിൽ നീരും കാര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റ് ഇവാലുവേഷനായിട്ട് നമ്മൾ ജസ്റ്റ് മെഡിക്കൽ കോളേജിലോട്ടൊരു റൂട്ടീൻ ചെക്കപ്പിനായിട്ട് വിട്ടിരിക്കുക. പുള്ളിക്ക് ഈ പറഞ്ഞ പ്രശ്നം ഒരു വലിയ വേരിയേഷൻ ഉണ്ട്. ഈ പറഞ്ഞ കാലിൽ നീര് വാത്തിൻ്റെ ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ തന്നെയാണെന്ന് ഉറപ്പിക്കാനും മറ്റുമായിട്ട് നോക്കിയിട്ട് കാണുന്നില്ല. സാന്ത്വന സാജു ചേരുന്നു. സാന്ത്വന, വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല തന്ത്രിക്കെന്നല്ലേ മനസ്സിലാകുന്നത്? കാലിലെ നീരാണ് ഡോക്ടർ പറയുന്നത്. അത് പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ മണിക്കൂറുകളോളം നീണ്ട നടപടികളായിരുന്നു. അതിന്റെ ഭാഗമായൊക്കെ ഉണ്ടാകാം എന്നും മനസ്സിലാക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ എന്ത് വിവരം ലഭിക്കുന്നു സാന്ത്വന? റോഷ്നി, ഇന്നലെ രാത്രി വൈകിയാണ് റിമാൻഡ് ചെയ്ത തന്ത്രിയെ ഇവിടെ തിരുവനന്തപുരത്തെ ജയിലിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. രാവിലെ ഭക്ഷണം നൽകാനായി എത്തിയ ജയിൽ അധികൃതരോടാണ് അദ്ദേഹം ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം തനിക്ക് അനുഭവപ്പെടുന്നുണ്ട്, തല കറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. അതിന് പിന്നാലെ തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ് ആദ്യഘട്ടത്തിൽ കൊണ്ടുപോയത്. അവിടെയാണ് പ്രാഥമിക പരിശോധനകളും മറ്റും നടന്നത്. നേരത്തെ നമ്മൾ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞ വിവരമാണ് ഇപ്പോൾ കേട്ടത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിലുള്ള BP മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അത് മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ കാലിൽ നീര് ഉണ്ടായിരുന്നു. ആ നീര് എന്തുകൊണ്ടാണ് എന്നുള്ള പരിശോധനയും മറ്റും അവിടെ നടന്നിട്ടുണ്ട്. അത് മാത്രവുമല്ല, അദ്ദേഹത്തിന് ഇതിന് മുൻപും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ള ആളാണ് താനെന്ന് നേരത്തെ തന്നെ അദ്ദേഹം ഈ അന്വേഷണ സംഘത്തോടെ വ്യക്തമാക്കിയിരുന്നതാണ്. അത് മാത്രമല്ല, നേരത്തെ ഒരു ഘട്ടത്തിൽ ECG എടുത്ത സമയത്ത് അദ്ദേഹത്തിന് ഈ ECGയിലും ഒക്കെ വേരിയേഷൻ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം നേരത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിന് ശേഷമല്ല, അതിനു മുമ്പ് ഈ അന്വേഷണ സംഘത്തോടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ നിരീക്ഷണം ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 1:15 കൂടിയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ഇപ്പോൾ അവിടെ അദ്ദേഹം നിരീക്ഷണത്തിൽ കഴിയുകയാണ്. അവിടെ ചീഫ് ഡോക്ടർമാരും അതുപോലെ തന്നെ ഈ കാർഡിയോളജി വിഭാഗത്തിന്റെ മേധാവിയായ ഡോക്ടർ അടക്കമുള്ള ആളുകളും എത്തി അദ്ദേഹത്തെ പരിശോധിച്ച് ഇപ്പോൾ ഒബ്സർവേഷനിൽ വെച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഇനി മറ്റ് റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരിടുകയാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുകൂടി ഇപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ പരിശോധന നടന്നു വരികയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ശരി, ആശുപത്രിയിൽ നിന്ന് മറ്റെന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ സ്വാന്തനയിലേക്ക് തിരിച്ചെത്താം.